നമ്മള് കോഴി വാങ്ങാൻ പോവല്ലേ? നമുക്കൊന്ന് എന്താ ഉണ്ടാക്കേണ്ടത്? ചിക്കൻ പൊരിച്ചത് പിന്നെ പൊതിച്ചോറും കുമ്പളങ്ങക്കറി. അപ്പോൾ നമ്മൾ പോകട്ടോ, കോഴി വാങ്ങാൻ വേണ്ടി പോകണം. അങ്ങനെ നമ്മൾ കോഴി വാങ്ങാൻ മുക്കൽപ്പീടിയുള്ള ഒരു കടയിൽ കയറിട്ടോ. അവിടെ നിന്ന് കോഴി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പാത്തുവിന് വിശന്നു, പാത്തു വാട്ടിയും ചായയും കുടിക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോഴി വാങ്ങി നമ്മളെ മഹേഷന്റെ കടയിൽ പോയി പൊതിച്ചോറ് പുതിയുള്ള പേപ്പറും വാങ്ങിട്ടാ. അങ്ങനെ ഞങ്ങൾ പേപ്പർ വാങ്ങി വീട്ടിലെത്തിയുമ്പോൾ നമ്മളതാ റയ്യാൻ എത്തിയെന്ന് നഷ്ടപ്പെട്ടിട്ട് അടുക്കളയിലെ കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. അവിടെ ഷെമി നമ്മളെ ചിക്കൻ പൊരിച്ചത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷെമിയുടെ സ്പെഷ്യൽ ചിക്കൻ ചില്ലിയാണ് കേട്ടത്. ഇതിന്റെ റെസിപ്പി നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇതാ ചിക്കൻ പൊരിച്ച് കഴിഞ്ഞാൽ ഇനി വാഴയില വേണം. അപ്പൊ തൊട്ടടുത്തുള്ള പറമ്പിൽ നിന്ന് 2 വാഴയില വെട്ടി അത് വീട്ടിൽ കൊണ്ടുവന്ന് 4ആയി കട്ട് ചെയ്ത് കഴുകി അത് നമ്മൾ സ്റ്റൗ ഓണാക്കി അത് ഡ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് നമ്മൾ ഡ്രൈ ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇനി നമ്മൾ പൊതിച്ചോറ് പാക്ക് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ഇത് കണ്ടില്ലേ, ആദ്യം ചോറിട്ട് ഒരുപാട് കൂട്ടുകാരികളൊന്നും ഇല്ല കേട്ടോ. നമ്മളെ കായുപ്പേരി ഉണ്ട്, അതേമാതിരി ചിക്കൻ പൊരിച്ചതും അതിങ്ങനെ 2 പീസാക്കിയിട്ട് പിന്നെ നമ്മൾ കുറച്ച് മോര് കൂട്ടാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുക കേട്ടോ. അങ്ങനെ അത് മോര് കൂട്ടാൻ ഒഴിച്ച് നമ്മൾ പൊതിച്ചോറ് പാക്ക് ചെയ്യാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും പോണ്ടിച്ചേരി പോകുമ്പോഴേ ഇങ്ങനെ പൊതിച്ചോറ് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകട്ടോ. പാത്തുവിന് ഇങ്ങനെ പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടോ പാത്തു ട്രെയിനിലാണ് പിള്ള കേട്ടോ. പൊതിച്ചോറ് കഴിക്കേണ്ട ആ ഒരു തൊഴിലാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 കൂടെ കഴിയുമ്പോൾ പൊതിച്ചോറ് കഴിച്ചത് പാത്തും ഷെമി ഞാനും കഴിച്ച്. ഇന്ന് ഞങ്ങളെ കൂടെ പോണ്ടിച്ചേരിക്ക് പോകാൻ നമ്മളെ ഫൈസലിക്കയും ഫാമിലിയും ഉണ്ട് കേട്ടോ. എന്തായാലും പ്രാവശ്യത്തെ പോണ്ടിച്ചേരി അത്രയും അടിപൊളി കളർഫുൾ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നമ്മൾ പൊതിച്ചോറ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളി. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. ഓക്കെ, ബൈ.